24 റൗണ്ടപ്പിലേക്ക് വീണ്ടും പാലക്കാട് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയെയും മകനെയും ഊരുവിലക്കി എന്ന് പരാതി. ക്ഷേത്രത്തിൽ കയറരുതെന്നും കുടുംബ ചടങ്ങുകളിൽ പങ്കെടുക്കരുതെന്നുമെന്നാണ് നിർദ്ദേശം. ഊരുവിലക്ക് പിൻവലിക്കാൻ 1 ലക്ഷം രൂപ നൽകണമെന്നാണ് സമുദായത്തിന്റെ ആവശ്യം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് മകനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്ന് ബ്രാഞ്ച് സെക്രട്ടറി 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഊരുവിലക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അവർ പറഞ്ഞു തന്നെയാണ്. അവർ പറഞ്ഞത് എല്ലാവരും കൂടി ഒരു 10 പിള്ളേർ ചേർന്നിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഊരുവിലക്ക് നമ്മുടെ സമുദായത്തിൽ ഒരു പരിപാടിക്ക് അവരെ വിളിക്കാൻ പാടില്ല. അമ്പലത്തിൽ പൊങ്കൽ വയ്ക്കും, ആ പൊങ്കലും പരിപാടികളിൽ അമ്പല പരിപാടിക്കും പോകാൻ പാടില്ല, കല്യാണത്തിന് പോകാൻ പാടില്ല. അപ്പോൾ അവരെ ഒറ്റപ്പെടുത്തി നിർത്തുക തന്നെ വേണം. ഇനി പൊങ്കൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ആലോചിച്ചിട്ട് നമുക്ക് അവരെ ചേർത്താം എന്നാണ് അവർ പറഞ്ഞത്. 2024 നമ്മുടെ നാട്ടിലാണ് പുരോഗമനം ആവോളം പറയുന്ന പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി തന്നെ കുടുംബത്തെ ഊരുവിലക്കാൻ സമുദായത്തിനൊപ്പം മുന്നിൽ നിന്നത്. രാത്രിയിൽ ബന്ധുവീട്ടിൽ പോയതിനെ തെറ്റായി ചിത്രീകരിച്ച് വ്യാജ പരാതി നൽകി സമുദായത്തിനെ കുടുംബത്തിന് നേരെ തിരിക്കാൻ കൊടുമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ വി കലാധരൻ ശ്രമിച്ചുവെന്നാണ് പരാതി. അപ്പം ഞങ്ങളുടെ അറിവിൽ ആരും പരാതിയില്ല. ആരാണ് ചോദിച്ചപ്പോൾ വിളിക്കുകയും പറഞ്ഞു, വിളിച്ചു. അപ്പോൾ അവൾ ഇളയിച്ച് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പരാതിയില്ല, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഈ വിഷയത്തും വിട്ടോളി, എനിക്കൊരു പരാതിയില്ല. അവർ മകളും പറഞ്ഞു, ഇളയിച്ചയും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞു, എൻ്റെ വലിയ മകൻ പറഞ്ഞു, എന്താ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഇതേപോലെ പലതും പറയും, നിങ്ങളത് സമുദായം ഏറ്റെടുക്കുമോ, ഇത് വേണ്ടാത്ത വിഷയം ചർച്ച ചെയ്യണ്ട, ഇത് സോൾവ് ചെയ്ത് വിട്ടോളി, ഇത് വലിയ കാര്യത്തിലേക്ക് പോകുന്നു അവൻ പറഞ്ഞു. അപ്പോൾ പറ്റില്ല, ഇത് തെറ്റ് വെച്ചേ പറ്റുള്ളൂ, നിങ്ങൾ പൈസ വെച്ചിട്ടില്ലെങ്കിൽ ഒറ്റക്കൂടിയാക്കും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളിയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നു. ഊരുവിലക്കിയ കുടുംബത്തിന് ക്ഷേത്രത്തിൽ കയറാൻ വിലക്കുണ്ട്. കുടുംബത്തിലെ ചടങ്ങുകളിലും പങ്കെടുക്കാനാകില്ല. ഊരുവിലക്ക് പിൻവലിക്കാൻ 1 ലക്ഷം രൂപ തെറ്റുപണം കെട്ടിവെക്കണമെന്നാണ് ആവശ്യം. എന്നെ എൻ്റെ ഇളയച്ചിനെ അമ്പലത്തിൽ ചവിട്ടണ്ട, അമ്പലത്തിൽ പോയാൽ ഈ ശുദ്ധികലശം ചെയ്യണം, ഇവർ അമ്പലത്തിൽ കടക്കാൻ പാടില്ല, ഒരു പരിസരത്തും പോകാൻ പാടില്ല, കല്യാണത്തിന് എവിടെയും വിളിക്കാൻ പാടില്ല, അവരെ മാറ്റി നിർത്തുക തന്നെ വേണം പറഞ്ഞിട്ടാണ് ഞങ്ങളെ അയച്ചു വിട്ടത്. ഇതന്നെ അവിടെ കഴിഞ്ഞത്. ഊരുവിലക്കിനു പിന്നാലെ കടുത്ത ഭീഷണിയാണ് അമ്മയും മകനും നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. പാർട്ടി നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട്. 2024 CPIM LC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കുടുംബത്തെ ഊരുവിലക്കുന്നു എന്നതാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കുടുംബം പാർട്ടിയിലും പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. നിഖിൽ പ്രമേഷ് ആണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തത്. നിഖിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസം. കാരണം ഈ ഊരുവിലക്ക് എന്നുള്ള വാക്ക് തന്നെ കാലഹരണപ്പെട്ടിരിക്കുന്നു. അത് പ്രത്യേകിച്ച് ഈ നവോത്ഥാനവും മാറ്റങ്ങളും പ്രത്യയശാസ്ത്രപരമായി മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ, ഒരു വിഭാഗം എന്ന് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ ഇത് വ്യക്തി വൈരാഗ്യമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും സ്മിത, അത് തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. CPIMന്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി ഈ ലോക്കൽ സെക്രട്ടറിയെ നമുക്ക് കാണാം. അതും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോടാണ് ഈ നടപടി. ആ സ്ത്രീ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അവരോടും അവരുടെ മകനോടുമാണ്. അവരെ ക്ഷേത്രത്തിൽ നിന്ന് വിലക്കുന്നു, പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ നിന്ന് വിലക്കുന്നു. ഇനി ഇത് പിൻവലിക്കണമെങ്കിൽ തെറ്റുപണം എന്ന പേരിൽ, ഇത് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്, സമീപകാലത്തൊന്നും നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്തതാണ് ഊരുവിലക്കുക, അത് പിൻവലിക്കാൻ തെറ്റുപണം നൽകുക. 1 ലക്ഷം രൂപയാണ് തെറ്റുപണം ആവശ്യപ്പെട്ടത്. ചർച്ചകൾക്കൊടുവിൽ 50,000-ലേക്ക് എത്തിച്ചു കൊടുത്തു. അതൊരു മഹാമനസ്കതയാണ്. അങ്ങനെ 50,000 നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഊരുവിലക്ക് പിൻവലിക്കാമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇത് മാത്രമല്ല, അമ്മയും മകനും ഇപ്പോൾ വലിയ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സമുദായത്തിൽ നിന്ന് തന്നെ അവരെ മാറ്റി നിർത്തുന്നു, അവരെ ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുന്നില്ല. അവർ ക്ഷേത്രത്തിൽ വരികയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തേണ്ടി വരും, ചാണകം തളിച്ച് ശുദ്ധികലശം നടത്തേണ്ടി വരുമെന്ന് പറയുന്നു. ആ തരത്തിലൊക്കെയുള്ള ഒരു ഒറ്റപ്പെടൽ നേരിടുകയാണ്. അമ്മയും മകനും ഇന്നലെ പാലക്കാട് ജില്ലാ പോലീസ് ആസ്ഥാനത്തെത്തി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് തങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയുണ്ട്, തങ്ങൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രധാനമായും ഇതിന്റെ കുറ്റക്കാരെ ഊരുവിലക്ക് നേരിട്ടത് CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറി തന്നെയാണ്. കുടുംബം ഈ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കൂടുതൽ അന്വേഷണം നടക്കട്ടെ ഈ കാര്യത്തിൽ. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി വാർത്താ മഴയുമായി S. വിജയകുമാർ ചേരുന്നു. നമസ്കാരം.